ഹലോ, എൻ്റെ TF കുട്ടീസൊക്കെ എവിടെ? വരൂ, നമുക്കിന്ന് കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ DM-നോടുള്ള സ്നേഹം കണ്ടീഷണൽ ആണോ അൺകണ്ടീഷണൽ ആണോ എന്ന് നോക്കിയാലോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണേ, നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളുടെ DM-നോട് നിങ്ങൾ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അവരത് അതേ അളവിൽ തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ DM കാണാൻ വേണ്ടി മാത്രം വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നു എന്ന് വിചാരിക്കുക. അത് കണ്ടിട്ടും അദ്ദേഹം റിപ്ലൈ തന്നില്ലെങ്കിൽ ഓർ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അടുത്തത്, നിങ്ങളുടെ DM അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ, ഉദാഹരണത്തിന് തൻ്റെ പാർട്ട്ണറിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ തൻ്റെ ഫാമിലിയോടൊപ്പം ഹാപ്പിയായി നിൽക്കുന്ന ഒരു ഫോട്ടോ, ഇതൊക്കെ സ്റ്റാറ്റസ് ആക്കി ഇട്ടാൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അടുത്തത്, നിങ്ങളുടെ DM എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല എന്നിരിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അടുത്തത്, നിങ്ങളുടെ DM നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അതായത് ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം, പേഴ്സണാലിറ്റി, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആക്കിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം തോന്നാറുണ്ടോ? അടുത്തത്, അദ്ദേഹം നാളുകളോളം സൈലൻ്റായി ഇരുന്നാലും നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അടുത്തത്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടോ? വിഷമം തോന്നുന്നുണ്ടോ? ഓക്കെ, ഈ 7 ചോദ്യങ്ങളുടെ ഉത്തരം എസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കണ്ടീഷണൽ മാത്രമാണ്, അൺകണ്ടീഷണൽ ലവ് അല്ല. എന്ത് തോന്നുന്നു ഡിയേഴ്സ്? സാരമില്ല, വിഷമിക്കേണ്ട. ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയുടെ തുടക്കത്തിൽ ട്വിൻ സോൾസ് തമ്മിലുള്ള സ്നേഹം തീർച്ചയായിട്ടും അതൊരു കണ്ടീഷണൽ ലവ് ആയിരിക്കും. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ എന്തായാലും അൺകണ്ടീഷണൽ ലവ് എന്ന മഹത്തായ പാഠം നിങ്ങളെ ഡിവൈൻ തീർച്ചയായിട്ടും പഠിപ്പിച്ചിരിക്കും, നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങളുടെ സറണ്ടർ സ്റ്റേജൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഓക്കെ, ഈ രാധാദേവിയുടെ അൺകണ്ടീഷണൽ ലവിനെ പറ്റിയുള്ള ഒരു കഥ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.